ഷാനെ കഴിഞ്ഞില്ല എൻ്റെത് ഇന്ന് ഇറങ്ങ നമ്മക്ക്. ആ ഇമ്മങ്ങൾ ഇറങ്ങാനായ എവിടെ? ഷാങ്കാക്ക എവിടെ? ഷാങ്കാക്ക വന്നില്ലേ? ഫാദുകാക്കി ഫാസിലാക്ക എവിടെ? ആ ഫാദേ ഇജ്ജ് ആ കാറൊന്ന് തുടച്ചിട്ടാ. നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ നമ്മൾ അന്തസ്സിന് ഒട്ടും കുറവ് പാടില്ല. റാനിയെ ഇജ്ജ് അവരോട് വിളിച്ചിട്ട് പറഞ്ഞാളേ ഞങ്ങൾ ഇറങ്ങിക്കണെന്നുള്ളത്. എന്നാ ഇറങ്ങാ, എന്നാ വരും. ആ അത് ഞാൻ ഇപ്പോൾ വിളിച്ചറിഞ്ഞോളാം. എന്താ ഷാനെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? കല്യാണ പണിനെ കാണുമ്പോൾ മുഖത്ത് ചിറിയൊക്കെ വേണ്ടേ? ഏയ് ഒന്നുമില്ലേട്ടാ, ബിസിനസ്സിൽ ചെറിയൊരു ടെൻഷൻ. നമുക്കിറങ്ങാം, സമയം. ഫസിൽക്ക, ഷാന്റെ മുഖത്തൊന്ന് നോക്കി. ഓന് പെണ്ണ് കാണാൻ പോകണ്ടെന്നുള്ളൊരു സന്തോഷമില്ല, ഭയങ്കര ടെൻഷനില്ല അവന്. അതൊക്കെ ഓൻ്റെ ബിസിനസ്സുകാർ ഓർത്തിട്ടേക്കാരൻ ഫാദ. എപ്പോൾ നോക്കിയാലും ഓൻ്റെ ഓഫീസിലത്തെ കാര്യങ്ങളേക്കാരും അവൻ്റെ തലയിൽ. ഏയ് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാക്ക. ഉമ്മാനെ നിർബന്ധം കൊണ്ട് മാത്രമാണ് അവൻ ഇതിന് സമ്മതിച്ചിട്ടുള്ളത്. മനസ്സോടെയാണ് അവൻ ഇറങ്ങണത്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യം ഉണ്ട് എന്നുള്ളത്. എനിക്ക് തോന്നിയാലും എനിക്കും തോന്നിക്കണം. ഇമ്മാനെ എതിർത്തിട്ട് ആരെങ്കിലും സംസാരിക്കലുണ്ടോ? ഇല്ലല്ലോ. ഉമ്മ കണ്ടെത്തിയ പെണ്ണല്ലേ, ഷാൻ ഓളെ തന്നെ കിട്ടുള്ളൂ. ഞാൻ കുട്ടീൻ്റെ വീട്ടിൽ പോകുമ്പോൾ ആ മുഖത്ത് അവൻ്റെ ദേഷ്യമില്ലായിരുന്നാൽ മതി. അവ കഴിഞ്ഞില്ലേ? അവോ അവോ ഇല്ല അമ്മോ, എന്താടിത്? അന്നിപ്പോ കണ്ടാ തോന്നി എക്സാമിന് ക്ലാസ്സിൽ കയറാൻ നിൽക്കാണെന്ന്. ഇജെന്തിനാ ഇങ്ങനെ കിടന്ന് പതറണത്? താത്ത എൻ്റെ നെഞ്ചുണ്ടല്ല പെടപെടാന്നിരിക്കാണ്, എന്തോ ഒരു പേടി. അതെന്താടി അങ്ങനെ? ഷാ നല്ലൊരു പയ്യനല്ലേ? നമ്മളമ്മാൻ്റെ വലിയൊരു ആഗ്രഹമാണ് അന്നെ നല്ലൊരു തറവാട്ടിൽ തന്നെ കെട്ടിച്ച് പറഞ്ഞയക്കണം എന്നുള്ളത്. ഈ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കാണ്ടേ എൻ്റെ മനസ്സിൽ വെറുതെ തീ കൂട്ടാൻ നിൽക്കണ്ട. ആദ്യം കഴിഞ്ഞില്ലേ ഏട്ടത്തിൻ്റെ അച്ഛത്തിൻ്റെ ഈ കൊഞ്ചലും വർത്താനോ ഒരിപ്പം കണ്ട് എത്തുന്നാണിങ്ങാണ്ടേ ഇക്ക് വിളിച്ച് പറഞ്ഞിട്ട് 1/2 മണിക്കൂറായി. നോക്കി കഴിഞ്ഞിമ്മ, ഇങ്ങളിങ്ങനെ ബേജാറാവാതെ. അവ്വ എൻ്റെ കുട്ടി ആ തട്ട നല്ലപോലെ ഇട്. ഷാൻ്റെ അമ്മേ കുറച്ച് കടുപ്പുള്ള കൂട്ടത്തിലാണാല, പിന്നെ വലിയ പണക്കാരാന്നുള്ളേ ഗമൊക്കെ കാണും. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരാദ്യം നോക്കലേ പെണ്ണിന് അടക്കണ്ടോ ഒതുക്കണ്ടോ ചിട്ടുണ്ടോ എന്നൊക്കെ ഇക്കാരം. നമ്മൾ ആരെക്കൊണ്ടേ ഒരയ്യേന്നുള്ളൊരു വക പറയിപ്പിക്കളയുടെ വരുത്തരുത്. ഇമ്മങ്ങൾ ഓളെങ്ങനെ പേടിപ്പിക്കാതെ. പെണ്ണല്ലെങ്കിലും ആകെ പേടിച്ചിക്കണ്. അതിൻ്റെ ഇടക്കാണ് നിങ്ങളൊരു പേടിപ്പിക്കല്. ഇതൊന്നും കാര്യം കണ്ടടി. പേടിപ്പിച്ചതല്ല അമ്മ, ഉള്ള കാര്യം പറഞ്ഞതാണ്. കയറി ചെല്ലിനോടത്തെ എൻ്റെ കുട്ടി നല്ലതുപോലെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്. ആ മുറ്റത്തത് വണ്ടിൻ്റെ ഒച്ചേക്കണ്, ഒരു വന്നിക്കണ് തോന്നണ്. ആദ്യം ഈ ഇങ്ങോട്ട് വായോ മോളെ, ഞങ്ങൾ വിളിക്കുമ്പോൾ വന്നാൽ മതി ചേച്ചി. അതിൻ്റെ മുന്നേ അങ്ങോട്ട് ഇറങ്ങി വരരുത് കേട്ടോ. പാടി ഈ പേടിക്കണ്ടടി പെണ്ണെ. കുറച്ചോനെ എന്തൊക്കെ കയ്യും കാലും വിറക്കണം. ഞാൻ രാവിലെ അക്ബറിനോട് മെസ്സേജ് ഇട്ടാണ് ഒന്നും കണ്ട് വാടി എനിക്കൊരു കമ്പനിക്ക്. എവിടെ അവൻ ഈ വൈക്ക് വന്നിട്ടില്ല. ഞാൻ ഫോൺ ചെയ്യട്ടെ, എന്തായി പെണ്ണാണേലെന്ന് വെച്ചിട്ട് കൊടുക്കണ്ട് ഞാൻ. വലിയ വീടും സൗകര്യമൊന്നും ഇല്ല. ഇതിപ്പോൾ ഞങ്ങളെ വരേണ്ട അത്ര പോലും ഇല്ല. ഇപ്പൊ പെണ്ണെന്താ പാടാണോ? അഫ്സലാക്ക വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഷാൻ വരൂലേക്കാരം ബിസിനസിന്റെ തിരക്ക് കാരണം എന്നുള്ളത്. എൻ്റെ ഷാനുവിനെ ബിസിനസ് തന്നെയാണ് ഏറ്റവും വലുതെങ്കിലേ ഇപ്പൊ ഞാൻ പറഞ്ഞത് വന്നതാണ് ഓന്.
അല്ലെങ്കിലേ ഓൻ വരൂല. ഇന്റെ വാക്കൊന്നേ ഓൻ തട്ടി മാറ്റൂല ഒരിക്കലും. അല്ല, എവിടെ നിങ്ങളെ കുട്ടീനെ വിളിക്ക് മോളെ. അവനെ വിളിക്ക. ആ അവ്വ വാടി, ചെക്കനെ അടിപൊളിയാട്ടാ, സൂപ്പറാണ് മോളെ, ഒരു രക്ഷയില്ല. വാ വെള്ളം കൊടുക്കാം. ഇന്റെ നെഞ്ചിങ്ങനെ പെടപ്പെടാന്ന് എടുക്കാണ്. അപ്പോഴാണ് ഓളൊരു ചെക്കൻ സൂപ്പർ. എൻ്റെ പേടി കണ്ടാ തോന്നി എന്നെ അവരിപ്പം തന്നെ കൊണ്ടുപോകുന്നുള്ളത്. നടക്കാം, അങ്ങോട്ട് ഞാൻ വരാം. ഇമ്മ കുറച്ച് സ്ട്രോങ്ങാ തോന്നുന്നുട്ടാ, എന്നാലും വലിയ ഒരിത് തോന്നണില്ല. കുഴപ്പമില്ല, ചെക്കൻ സൂപ്പറാ മോളെ. മോളെ ഇതേ ഡയലോഗ് ഈ എന്നോട് പറഞ്ഞിരുന്നത് ഓർമ്മ ഉണ്ടാ? അഫ്സലാക്കിൻ്റെ കാണാൻ വന്നപ്പോൾ അന്ന് ഇതിനെക്കാട്ടി കളിയായിരുന്നു ഞാൻ കളിച്ചിരുന്നത്. എന്നിട്ട് ഇനി എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? മര്യാദ കൊണ്ട് വന്ന ഓ കുട്ടി പ്രതികാരം വീട്ടുകയാണല്ലേ. ഇവരും കൂടി പോയിട്ടുണ്ടെങ്കിലേ അന്നിൻ്റെ കൈ കിട്ടും. ഇതിനുള്ള ഞാൻ തെരഞ്ഞിട്ടാ. നടക്ക്. ഫസിൽക്ക ഇടം നോക്കേ, ഇവിടെ വന്നിട്ടും എൻ്റെ നോട്ടും ഭാവം കണ്ടോ? ഭയങ്കര ദേഷ്യവും ടെൻഷനുള്ള മാതിരിയാണ്. ഞാൻ ശ്രദ്ധിക്കണ്ടടാ, നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ്. ഓനിക്ക് കല്യാണത്തിന് ഇഷ്ടമൊന്നുമല്ല, ഓന് ഉമ്മാൻ്റെ നിർബന്ധപ്രകാരം വന്നതാ തോന്നുന്നു. എനിക്ക് ആ പാവം കുട്ടീനെ ഓർക്കുമ്പോഴാണ് പേടി. പെരക്കാരെ നിർബന്ധം എനിക്ക് ഇഷ്ടമല്ലാതെ കെട്ടിക്കഴിഞ്ഞാലേ ആ കുട്ടീൻ്റെ ജീവിതമല്ലേ പോവാ. ഓൻ്റെ മനസ്സ് ഇങ്ങനെ തന്നെ ആവാതെ മാറുമോ? ഞമ്മക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതെ, കാര്യങ്ങൾ എവിടെ വരെ പോകും നോക്കാം. ഇതൊന്നും മിണ്ടാ നിൽക്കണ്ട, ആൾക്കാർ ശ്രദ്ധിക്കും. ആ മോളെ, എനിക്ക് ഈ വെള്ളമൊന്നും വേണ്ട. ഞാൻ ഇമാതിരി വെള്ളമൊന്നും കുടിക്കലില്ല. പിന്നെ അതുമല്ല, ഷുഗറുണ്ടേ. ഇങ്ങനത്തെ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അടിച്ച് കയറാൻ പണിയൊന്നും ഇല്ല. കാക്കാരുണ്ട് അവിടെ ഇരിക്കണ്. ഇത് അവർക്ക് കൊണ്ടുപോയി കൊടുത്താളാ വെള്ളം. ഇങ്ങോട്ട് കാട്ടു മോളെ, ഇമ്മ കൊണ്ടുപോയി കൊടുത്താളാം. ആ ഈ അക്ബറോളം മനസ്സ് കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ടേ കാലം കുറച്ചായി. ഷാനെ, അനക്ക് അവനോട് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിച്ചോ. ഒന്നോർത്തോ, ഈ അക്ബർ മറ്റാർക്കും വേണ്ടി അവളെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് പ്രത്യേകിച്ച് സംസാരിക്കാനോ ചോദിച്ചറിയാനോ ഒന്നുമില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയണമെന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അടുപ്പത്തിൽ അക്ബർ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? അക്ബർ ഞങ്ങൾ മൂത്താപ്പാന്റെ മോനാണ്. ബെസ്റ്റ് ഫ്രണ്ടാണ് അവന്റെ. അവർ രണ്ടാളും കൂടി കളിച്ചു വളർന്നതാണ്. ആ നമുക്കേ കല്യാണക്കാര്യങ്ങൾ തീരുമാനിക്കാം. ഇക്കേ അവമോളെ നല്ലോണം ഇഷ്ടമായിക്കണ്. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. എനിക്ക് ഓഫീസിൽ കുറച്ച് അർജന്റ് വർക്ക് ഉണ്ട്. അതെ, പോയോക്കിച്ചോടെ. നിങ്ങളൊന്നും വിചാരിക്കരുത്. ഓനൊറ്റയ്ക്ക് വലിയൊരു ബിസിനസ് നോക്കി നടത്തുന്നതല്ലേ. ഓഫീസിലുണ്ടെങ്കിലേ അർജന്റ് കാര്യം ഉണ്ടാവും. അതാണ് ഓനായി ഇറങ്ങിപ്പോയത്. അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടല്ല. ഞങ്ങൾ എന്നാലേ പെരയിലെത്തിയിട്ട് നിങ്ങൾക്ക് വിവരം തരാം എന്താണെന്നൊക്കെ. മോളെ, ഇക്കന്നെ നല്ലോണം ഇഷ്ടമായിക്കണ്. മോളൊന്നോട് വിഷമിക്കണ്ട. ഇന്റെ ഷാന്റെ പെണ്ണായിട്ടേ ഇന്റെ പുരയ്ക്ക് കയറി വരാൻ പോണതേ ഈ ജന്നെയാണ്. ഞങ്ങൾ പോയിട്ടാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആയിക്കോട്ടെ. എന്നാലും അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിപ്പോയത് ശരിയായില്ലല്ലേ. അക്ബറേ നമ്മൾ അവന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞപ്പോഴേ ഷാനിന്റെ മുഖം മാറിയതേ ഞാൻ ശ്രദ്ധിച്ചതാണ്. ആദ്യം ഞാൻ അവനക്ക് വെള്ളം കൊടുത്തപ്പോഴേ അവനെ നോക്കി നോട്ടണ്ടല്ല, അത് ശരിയല്ലായിരുന്നു. നമുക്ക് ഈ ബന്ധം വേണ്ടമ്മ. എത്ര വലിയ ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിൽ ഒരു മര്യാദ ഒക്കെ വേണ്ടേ. ഇതൊരു ചോദ്യം ചോദിച്ച് അതിനുള്ള ഉത്തരം നമ്മൾ പറയുകയും ചെയ്ത്. ഇവളോടൊന്നും സംസാരിക്കുക പോലും ചെയ്തില്ല. ഇവളെ നല്ലപോലെ നോക്കിയിട്ട് പോലും ഇല്ല.
ഇതെന്താ ഇങ്ങനെ? അവര് വീട്ടിലെത്തിയിട്ട് വിളിക്കാന്നല്ലേ പറഞ്ഞത്. എന്താ പറയുന്നത് നോക്കാം നമുക്ക്, എന്നിട്ടേ തീരുമാനിക്കാം നമുക്ക്. എന്താ വെച്ചാല് അതേടി അവര് വീട്ടിലെത്തിയിട്ട് വിളിക്കേക്കാരം. അവന്റെ ഉമ്മ പറഞ്ഞില്ലേ ഉമ്മാക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണെന്നുള്ളത്. ചിലപ്പം ബിസിനസിന്റെ എന്തെങ്കിലും കാര്യമായിട്ട് അർജന്റായിട്ട് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഫോൺ വിളിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഈ വാ. എന്നാലിപ്പോൾ എന്തായിരിക്കും ആ കുട്ടി ഇങ്ങനെ നീച്ചു പോയത്? ഇത് കുട്ടീനെ ഇനി പറ്റാഞ്ഞിട്ടാണോ? സമാധാനമില്ല. ജാടത്തുണ്ടി, അവനോട് ഞാൻ പറഞ്ഞിരുന്നു എന്നെ പെണ്ണാണാൻ വരാന്. വെറുതെ മഞ്ച അണങ്ങി വരുന്നു. നോട്ടം കണ്ടില്ലോ അവൻ്റെ. വലിയ ബിസിനസ്സുകാരനാ പോലും. ബിസിനസ്സുകാർ ദേഷ്യം വരുന്നു. ഫാത്തിമാത്ത, ഒരു പെണ്ണാണാൻ പോയിട്ട് നേരം കുറേ ആയില്ലേ? ഇതുവരായിട്ട് ഒരു ഫോൺ കോളൊന്നും വന്നില്ലല്ലോ. പെണ്ണിന് പറ്റിയെന്നോ ഇല്ലയെന്നോ ഒന്നും അറിയാൻ നെഞ്ചിലൊരു പിടച്ചിൽ. എന്താണ് ഏതാണെന്നൊന്നും അറിയാനിട്ട്. അതന്നെയാണ് ആമി ഞാനും ആലോചിക്കണത്. ഇമ്മി കൂടെ പോയതല്ലേ പെണ്ണാണാനി. ഇമ്മടെ ചെന്നിട്ടേ വല്ല കടമ്പുറത്തും പിടിച്ചാണാവോ. ആളുകളെക്കാട്ടി പണത്തിന് വില കൊടുക്കണ ആളാണ് ഞമ്മളമ്മ. ആ പാവം കുട്ടിക്ക് ഈ പുരയിൽ വന്ന് കയറാളെ യോഗ ഉണ്ടോന്നുള്ളത് പഠിച്ചവനക്കറിയാം. അത് പിന്നെ താത്ത, ഇമ്മാന്റെ സ്വഭാവേ പണ്ടേ അങ്ങനെ തന്നെയാണല്ലോ. ഇമ്മാന്റെ അഹങ്കാരം ഉണ്ടല്ലോ, അതൊരിക്കലും മാറൂല. ഷാൻകെ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നാണ് ഇപ്പൊ എന്റെ പ്രാർത്ഥന. അതല്ല, ഷാൻ ഇമ്മാന്റെ നിർബന്ധത്തിനാണ് ആ പെൺകുട്ടിനെ കെട്ടണിച്ചാല് ആ പെൺകുട്ടിന്റെ ജീവിതേ ആകെ കഷ്ടത്തിലാവും. അതെന്നെ പേടി മോളെ ഇന്റതും. ഈ പെരയിൽ കയറി വരുന്ന പെണ്ണുങ്ങളൊക്കെ വീതേ ഇങ്ങനെ തന്നെ ആയിക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. ഞമ്മളോ ഇമ്മാന്റെ അടുത്ത് കിടന്നിട്ട് നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. ആ കഷ്ടപ്പാടെ ആ പെൺകുട്ടി അനുഭവിക്കാതിരിക്കട്ടെ. നേരാണ്, ഈ ഇമ്മാന്റെ വായിന്ന് വരുന്നേ ചില നേരത്തെ വാക്കുകളുണ്ടല്ലോ, തീനെക്കാട്ടും ചൂടാണ്. അമ്മാതിരി വാക്കാണ് ഉമ്മ പറയലും. ഇങ്ങോട്ട് കയറി വരുന്ന പെണ്ണുണ്ടല്ലോ, കുറച്ചൊക്കെ സഹിക്കാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ കഷ്ടപ്പാടാവും. എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഒരു വരുമ്പോതിനെ നമുക്ക് ഈ പണിയൊക്കെ തീർക്കാം. എന്താണ് നടന്നത്, ഷാനിന് പെണ്ണൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളതേ അറിയാലോ. ഇമ്മാന്റെ വാക്ക് കേൾക്കാതെ ഷാന് നല്ലൊരു തീരുമാനം എടുത്തിട്ടേ ആ പെൺകുട്ടിനെ പൊന്നു പോലെ നോക്കിയാൽ മതിയായിരുന്നു. അത്രേ ഉള്ളൂ. ഞാൻ ഫാസിലാക്കാക്ക് അടിച്ചു നോക്കി, പക്ഷെ ഫാസിലാക്കേ ഫോണ് ബിസി ആക്കാണ്. ചിലപ്പം വരുന്നുണ്ടാവും. എന്തായാലും ഈ മേം പണി വെക്ക്. നിങ്ങൾ ഈ പപ്പടം അങ്ങോട്ട് വെക്കി. ആ പിന്നെ ഞാനും വിളിച്ചു നോക്കിയത് നേരത്തെ ഫാദുകാക്കാക്ക്. ഫാദുകാക്ക് ഫാസിലാക്ക് ഫോൺ ബിസി ആക്കണ മാതിരി തന്നെയാണ് ഫോണ് ബിസി ആക്കാണ്. വരുമ്പോൾ ചോദിച്ചു നോക്കാം നമുക്ക്, ചിലപ്പം വരുന്നുണ്ടാവും. ഹലോ ഇക്ക. എന്താടോ ആദ്യ സംസാരത്തിലോ ക്ഷീണം പോലെ? പെണ്ണ് കാണൽ ചടങ്ങൊക്കെ കഴിഞ്ഞോ? പിന്നെ ഷാനുവിനും വീട്ടുകാർക്കൊക്കെ നമ്മൾ അവന് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവില്ലേ? അവിടുത്തെ വിശേഷങ്ങളൊന്നും അറിയായിട്ടേ എന്തോ പോലെ. എന്ത് പറയാനാണ് ഇക്ക, വിചാരിച്ചതുപോലെ ഒന്നല്ല കാര്യങ്ങൾ നടന്നത്. ഒക്കെ കൊളായി. എന്താണ് ആദി, എന്താ പറ്റി? അവിടെ നിന്ന് ഷാനു കുടുംബം വന്നില്ലേ? വന്നു, പക്ഷേ ഷാന ഇറങ്ങിപ്പോയിക്ക. കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് സംസാരിച്ച് വരികയെന്ന് പെട്ടെന്നാണ് ഷാനിന്റെ പെരുമാറ്റം മാറിയത്. ആദി, താൻ എന്താടോ ഈ പറയുന്നേ? ഇറങ്ങിപ്പോയിന്നോ? അല്ല, ഷാനു അവയോടൊന്ന് സംസാരിച്ചായിരുന്നോ? ഇല്ല, അവൻ പെട്ടെന്ന് ചോദിച്ചതേ ഈ അക്ബർ ആരാണ് എന്നാണ്. ഞാനാണെങ്കിൽ പറഞ്ഞു ചെയ്ത് അക്ബർ അവന്റെ ഫ്രണ്ടാന്നുള്ളത്. അത് കേട്ടപ്പോൾ അവൻ ഒറ്റയടിക്ക് എണീറ്റ് അങ്ങോട്ട് പോയി. ഒന്നും പറയാതെ ഒരു ദേഷ്യപ്പെട്ടു പോയ പോലെയാണ് എനിക്ക് തോന്നിയത്. അക്ബറിനെ കുറിച്ചോ? നമ്മുടെ അക്കുവിനെ പറ്റി തന്നെയാണോ ഷാൻ ഉദ്ദേശിച്ചത്? അവയുടെ കൂടെ ചെറുപ്പം തൊട്ടുള്ള അക്കുവിനെ പറ്റി ഷാൻ ഇപ്പം എന്താ അറിയേണ്ടത്? എനിക്ക് തോന്നുന്നു അക്കുവിനെ കുറിച്ച് ഷാനോട് ആരോ എന്തോ തെറ്റായ വിവരം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ്. അറിയില്ലക്ക, അവര് പോയ പാട് കിടന്നതാണ്, പിന്നെ എണീറ്റിട്ടില്ല. അവൾക്കാന്നുണ്ടെങ്കിൽ ആ ഷാന്റെ മുഖം കണ്ടിട്ടേ നല്ലോണം പേടിയായിക്കണ്. അവൻ അത്രയും കലിപ്പിലാണാല അവനെ നോക്കിയിരിക്കണത്. അതാണ് അവള് പറഞ്ഞത്. ആ ചെറുക്കനാണെങ്കിലേ അത്രയും ദേഷ്യത്തിലാണ് നമ്മൾ അക്ബറിന്റെ പേര് കേട്ടപ്പോളേ പോവാന്നാണ് കണ്ട് ഇറങ്ങിപ്പോയത്.
അവൻ്റെ ഉമ്മ അറിഞ്ഞേ അവനെ നല്ലോണം പറ്റിയിക്കണ്, അവിടെ എത്തിയിട്ട് വിവരം തരട്ടോ എന്നുള്ളത്. ആ തരികയാണെങ്കിൽ തരട്ടെ, ഞമ്മക്ക് വലിയ നിർബന്ധമൊന്നും ഇല്ലല്ലോ ശാന്തന്നെ അവനെ കെട്ടണം എന്നുള്ളത്. നീ സങ്കടപ്പെടാതെ ആദി, ഇതിലെന്തോ ഒരു കളി നടന്നിട്ടുണ്ട്. അവർ വീട്ടിലെത്തി ഒന്ന് ശാന്താവട്ടെ. ഞാനേ ഫഹദ് ഖാനെ വിളിച്ച് കാര്യം ഒന്ന് അന്വേഷിക്കട്ടെ. നീയേ അവയെ ഒന്ന് ചേർത്ത് പിടിക്കിട്ടോ, അവളെ കൂടെ എപ്പോഴും വേണം. ഓക്കെ? ആ നിങ്ങളൊന്ന് മേം വിളിച്ചു നോക്കിക്ക. ഇവിടെ ഉമ്മയും തന്നെ ആകെ ടെൻഷനിലാണേ, കാരണം പെട്ടെന്നാണല്ലോ ഇറങ്ങിപ്പോയത്. ആരായാലും ടെൻഷൻ അടിക്കും. എന്നാ ശരി. എന്നാലും എന്തായിരിക്കും അവൻ അക്ബറിന്റെ പേര് കേട്ടപ്പോ പോയത്? പാവിന്റെ ആവുക. ജാടന്നെ വേറെന്താണ്? ഓ വലിയൊരു ബിസിനസ്സുകാരാന്നുള്ള ജാടായിരിക്കും. എന്നാലും അക്ബറിന്റെ പേര് കേട്ടിട്ടാണല്ലോ പോയത്. അക്ബർ ഞാനിത് വെറുതെ ആലോചിച്ച് ഓരോന്ന് തലപ്പുണ്ടാക്കണ്ട. ഇക്ക വിളിച്ചിട്ട് വിവരം തന്നോളൂ.